പാലക്കാട് ജാതി തിരിച്ച് ശ്മശാനം കെട്ടാൻ ഭൂമി കൊടുക്കുകയാണ് നഗരസഭ. ക്രിമിറ്റോറിയത്തിലാണെങ്കിൽ ഇരുമ്പും വൈദ്യുതിയുമല്ലാതെ മറ്റൊരു സാധനവുമില്ല. പഴയ ചിട്ടയനുസരിച്ചാണെങ്കിൽ രണ്ടിനും ശുദ്ധവും അയിത്തവും ബാധകവുമല്ല. കിടത്തുന്ന ജഡം ബ്രാഹ്മണന്റെയാണെങ്കിലും നായരുടേതാണെങ്കിലും ഈഴവരുടേതാണെങ്കിലും 5 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് എരിഞ്ഞു തീരും. എത്ര ഉയർന്ന പദവിയുള്ള ആളാണെങ്കിലും ഒരേ വലിപ്പത്തിലുള്ള കുടത്തിൽ കൊള്ളാവുന്ന ചിതാഭസ്മമേ എടുത്തു വയ്ക്കാറുമുള്ളൂ. ഇനി ചിതയ്ക്ക് വിറകാണെങ്കിൽ പോലും അതിന്റെ അശുദ്ധി മാറ്റാനും പണ്ടുള്ളവർ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ചണ്ടാളൻ നൽകുന്ന വിറകിൽ വെള്ളം തളിച്ചെടുത്താൽ ശുദ്ധമായി എന്നാണ് സങ്കല്പം. ഇത്രയൊക്കെ എളുപ്പപ്പടികളും സൂത്രപ്പടികളും ഉള്ളപ്പോൾ എന്തിനാണ് ജാതി തിരിച്ച് ശ്മശാനം? താഴ്ന്ന ജാതിക്കാരൻ എന്ന് വിളിക്കുന്നവരെ കിടത്തുന്ന ഇരുമ്പു തട്ടിയിൽ പോലും ജഡമായ ഉന്നതകുല ജാതനെന്നു കരുതുന്നവരെ കിടത്താൻ പാടില്ല എന്നാണോ? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. പാലക്കാട് എരിഞ്ഞു കത്തുന്ന ജാതി ചിന്തകൾ. പ്രൊഫസർ എം കെ സാനു എഴുതിയ നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകമുണ്ട്. അതിൽ ശവസംസ്കാരം എങ്ങനെ വേണം എന്ന ചോദ്യത്തിന് ശ്രീനാരായണ ഗുരു ഉത്തരം പറയുന്ന സന്ദർഭവുമുണ്ട്. താഴ്ന്ന ജാതിക്കാർ എന്ന് മാറ്റി നിർത്തിയിരുന്നവർ ജഡം കുഴിച്ചിടുന്നതായിരുന്നു പതിവ്. ഹിന്ദു ആചാരം ദഹിപ്പിക്കുന്നതാണ് എന്ന മട്ടിൽ വ്യാപകമായ പ്രചാരണം നടന്നു. ആ സമയത്ത് ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, മനുഷ്യൻ മരിച്ചാൽ ശവം ദഹിപ്പിക്കുന്നതാണോ കുഴിച്ചിടുന്നതാണോ നല്ലതെന്നായിരുന്നു ചോദ്യം. ചക്കിലാട്ടി വളമെടുത്ത് കൃഷിക്ക് ഉപയോഗിക്കുന്നതല്ലേ നല്ലത് എന്നായിരുന്നു ഗുരു തിരികെ ചോദിച്ചത്. അയ്യോ സ്വാമി, അത് സങ്കടമാണ് എന്നായി ശിഷ്യന്റെ പ്രതികരണം. എന്താണ് ജഡത്തിന് നോവുമോ എന്ന് ഗുരു വീണ്ടും ചോദിച്ചു. മൃതമായ ശരീരത്തെ എന്തു ചെയ്താൽ എന്ത് എന്ന ഏറ്റവും ഉദാത്തമായ ചോദ്യമാണ് ഗുരു ചോദിച്ചത്. ജനിക്കുമ്പോഴുള്ള ആചാരങ്ങളെക്കാൾ കഠിനമായ ചിട്ടകളോടെ മരിക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്യുന്നതാണ് പഴയ രീതി. അവനവന് സ്വന്തം പുരയിടങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് തെക്കുകിഴക്കേ പറമ്പിൽ ചിതയൊരുക്കി കത്തിക്കുന്നതൊക്കെ പ്രായോഗികമായിരുന്നു. അതാണെങ്കിൽ മറ്റാരെയും ദഹിപ്പിക്കാത്ത മണ്ണ് കിട്ടുകയും ചെയ്യും. പാലക്കാട് മാട്ടുമന്തയിലുണ്ടായിരുന്ന പൊതു ശവസംസ്കാര സ്ഥലമാണ്. ശവം ദഹിപ്പിക്കണം എന്നുള്ള ആർക്കും അവിടെ എത്തി ദഹിപ്പിക്കാം. ഷെഡിൽ കിടത്താം, ചടങ്ങുകൾ പൂർത്തിയാക്കാം, നടത്തിപ്പുകാരന് ജഡം കൈമാറാം. ശവദാഹം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നടത്തിപ്പുകാരൻ കലശത്തിൽ ചിതാഭസ്മവും നൽകും. മാട്ടുമന്തയിലെ പൊതു ശവദാഹ സ്ഥലത്ത് ആദ്യം ബ്രാഹ്മണർക്കും പിന്നെ നെടുങ്ങാടികൾക്കും ഷെഡുകൾ നിലവിൽ വന്നു. ഇതേ സംവിധാനം നായർ വിഭാഗത്തിന് കൂടി കൈമാറുകയായിരുന്നു എന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പറയുന്നത്. ചെറുമർ, വിശ്വകർമ്മർ, ഈഴവർ എന്നിവർ കൂടി ഇതേ ആവശ്യം ഉന്നയിച്ച് നഗരസഭാ ചെയർപേഴ്സന് കത്തു നൽകി. ഇവർക്കൊക്കെ പ്രത്യേക സ്ഥലം അനുവദിക്കാതിരിക്കുന്നതിന് എന്തു കാരണമാണ് നഗരസഭയ്ക്ക് പറയാനുണ്ടാവുക? ബ്രാഹ്മണർക്കും നെടുങ്ങാടിമാർക്കും നായർക്കുമാകാമെങ്കിൽ എന്തുകൊണ്ട് മറ്റു സമുദായങ്ങൾക്കും പ്രത്യേക ജാതി ശ്മശാനങ്ങൾ വന്നുകൂടാ? വലിയ പാടം NSS സെക്രട്ടറിയുടെ അപേക്ഷ പരിഗണിച്ചാണ് ഇപ്പോൾ സ്ഥലം നൽകിയതെന്നാണ് നഗരസഭ പറയുന്നത്. ശ്മശാനങ്ങളിലും താക്കോൽ സ്ഥാനം ചോദിക്കുന്ന രീതി ഏതായാലും ഇതുവരെ കേരളത്തിലുണ്ടായിരുന്നില്ല. പഴയ കേരളത്തിലെ ആചാരം അനുസരിച്ചാണെങ്കിൽ ദഹിപ്പിക്കൽ കഴിഞ്ഞാൽ ആ സ്ഥലം വീണ്ടും കൃഷിഭൂമിയാണ്. സഞ്ചയനത്തിന് അസ്ഥികൾ ശേഖരിച്ചു കഴിഞ്ഞാൽ പട്ടടയിൽ തെങ്ങോ വാഴയോ ചേമ്പോ ഒക്കെ നടും. അത് ഗംഭീരമായ വിളവ് നൽകും. പട്ടടയിൽ നിന്നും ശേഖരിക്കുന്ന അസ്ഥി പോലും പറമ്പിലെ പ്ലാവിന്റെ ചുവട്ടിൽ കുഴിച്ചിടുകയായിരുന്നു ചെയ്തിരുന്നത്. ശരീരത്തെ വളമായി നൽകുക എന്നതാണ് ആ സങ്കല്പം. ഇത്രയും ഉദാത്തമായ ശവസംസ്കാര രീതിയാണ് ഇപ്പോൾ ജാതി തിരിച്ച് വേറെ കമ്പാർട്ട്മെന്റുകളിലാക്കുന്നത്. എല്ലാ സമുദായങ്ങളും ഇടം ചോദിച്ചെത്തിയതോടെ നായർ വിഭാഗത്തിന് കൊടുത്ത സ്ഥലത്തെ നിർമ്മാണം ഏതായാലും നിർത്തിവച്ചിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചെയ്തതാണ് ഈ പട്ടടപ്പറമ്പ് ദാനം. ജാതിയിൽ നിന്നും വിവേചനങ്ങളിൽ നിന്നും കേരളം ഉയർന്നു വരും എന്ന ചിന്തയൊക്കെ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ അതേ ഇടത്തേക്കാണ് പല കാര്യങ്ങളും മടങ്ങിപ്പോകുന്നത്. SSLCക്ക് ഫുൾ A+ വാങ്ങുന്ന കുട്ടികളെ അഭിനന്ദിക്കുന്നത് പോലും സമുദായ സംഘടനകൾ ചേരിതിരിഞ്ഞാണ്. SNDPയും NSSും യോഗക്ഷേമ സഭയും ഒക്കെ വെവ്വേറെയാണ് സ്വന്തക്കാരെ മാത്രം വിളിച്ച് ചടങ്ങുകൾ നടത്തുന്നത്. സ്വന്തം സമുദായത്തിന്റെ പേരെഴുതിയ ഫലകങ്ങളാണ് ഷോക്കേസുകളിൽ വയ്ക്കാൻ കുട്ടികൾ നിർബന്ധിതരാകുന്നത്. ചണ്ടാല ഭിക്ഷുകി എന്ന കവിതയിൽ കുമാരനാശാൻ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. ഗ്രാമത്തിൻ പുറത്തെങ്ങോ വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തിനാൻ എന്നാണ് ആ വരി. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും താമസിക്കുന്ന ഗ്രാമത്തിൽ പ്രവേശനം പോലും ഇല്ലാത്തവരായിരുന്നു ചണ്ടാലർ. പാലക്കാട് നഗരസഭയുടെ പൊതു ശ്മശാനത്തിൽ ജാതി തിരിച്ച് ഷെഡുകൾ വരുമ്പോൾ
സംഭവിക്കുന്നതും അതുതന്നെയാണ്. ഈ ക്ലാസിഫിക്കേഷനിൽ ഒന്നും വരാത്ത അനേകം മനുഷ്യർക്ക് ശ്മശാനം തന്നെ ഇല്ലാതാകും. ബ്രാഹ്മണരുടെയോ നെടുങ്ങാടിമാരുടെയോ നായരുടെയോ ഒന്നും ശവദാഹപ്പുരയിൽ ജഡം കിടത്താൻ കഴിയാതാകും. പാവപ്പെട്ടവൻ നിന്നിടത്തു വീണ് മരിച്ച് അവിടെ തന്നെ അഴുകട്ടെ എന്ന് പറയുന്നവർക്കാണ് ഈ ജാതി ശ്മശാനങ്ങൾ ഷെഡൊരുക്കുന്നത്. ബഡ് സ്കൂളിന് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതിനെ ചൊല്ലി ശബ്ദായമാനമായ നഗരസഭാ യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. ചർച്ച പോലും ഇല്ലാതെയാണ് NSSന് 20 സെന്റ് സ്ഥലം പതിച്ചു നൽകിയത്. ശ്മശാനങ്ങളിലെങ്കിലും ജാതിയില്ലാത്ത കേരളം ഉണ്ടാകുന്നില്ലെങ്കിൽ മലയാളികൾക്ക് പുതിയ ലോകത്ത് തലകുനിച്ചു നടക്കേണ്ടി വരും. ഭ്രാന്താലയം എന്ന വിളികൾ കൂടുതൽ ഉച്ചത്തിൽ കേൾക്കേണ്ടിയും വരും. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.